വർക്കല ചെമ്മരുതി ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ പ്രവേശനോത്സവം ചെമ്മരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക ബിഗിൾ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നടയർ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് മെമ്പർ സുശീലൻ, വാർഡ് മെമ്പർമാരായ സുനിൽ GS, അഭിരാജ്, ശശികല തുടങ്ങിയവർ പങ്കെടുത്തു. ബഡ്സ് സ്കൂൾ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബഡ് സ്കൂളിലെ ടീച്ചറാണ്. നമ്മുടെ ഈ സ്കൂളിൽ 28 കുട്ടികളാണ് പഠിക്കുന്നത്. അതിൽ സ്ഥിരമായിട്ട് വരുന്ന 24 കുട്ടികളുണ്ട്. നമ്മളിവിടെ മെയിനായിട്ട് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഉള്ളത്. അവർക്ക് പ്രധാനമായിട്ട് നമ്മൾ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് നൽകുന്നത്. കൂടാതെ സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അഗ്രി തെറാപ്പി എന്നിവയും ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ നമ്മുടെ പ്രവേശനോത്സവമാണ്. പ്രവേശനോത്സവത്തിന് വിശിഷ്ടാതിഥികളെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ ഇനിയും നമ്മുടെ ഇത്രയും നാളത്തെ പ്രവർത്തനത്തിൽ എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായാലും ഉദ്യോഗസ്ഥരായാലും സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും ഇനിയും തുടർന്നുള്ള പ്രവർത്തനത്തിനും എല്ലാവരും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ തന്നെ ഭിന്നമായ എന്തോ ശേഷിയുള്ള കുട്ടികളാണ്. ആ കുട്ടികളെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ ദൈവം നൽകുന്നത് അവരെ അത്രയും നന്നായി വളരെ കരുതലോടെ സൂക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ആളുകളുടെ കൈകളിലേക്ക് മാത്രമേ ഈ ശക്തി അവരെ ഏൽപ്പിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളാണ് കുട്ടികളെക്കാളും ഏറ്റവും പുണ്യം ചെയ്തിട്ടുള്ള ആളുകളെന്ന് നമ്മൾ പറയേണ്ടത് അവരുടെ രക്ഷകർത്താക്കളാണ്. നമുക്കറിയാം, ഇങ്ങനെയുള്ള നമ്മുടെ കുടുംബത്തിൽ ഭിന്നമായ ശേഷിയുള്ള ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ PTA പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം ഇവിടെ താമസിച്ച് വരാനുള്ള കാരണം തന്നെ ഇതാണ് സൂചിപ്പിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ അവരെ ആ രീതിയിൽ രാവിലെ മുതൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക, വീട്ടിനുള്ളിൽ അടച്ചിട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള വിഷയങ്ങളിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് സർക്കാർ തലത്തിൽ ഇത്തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് DRC എന്ന് പറയാനുള്ള കാരണം തന്നെ 18 വയസ്സിന് മുകളിലുള്ള നമ്മുടെ ഇപ്പോൾ അറിയാം നമ്മുടെ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളെല്ലാം നമ്മുടെ സ്കൂളുകളിൽ തന്നെയാണ് വിടാറുള്ളത്. നമ്മുടെ സ്കൂളിൽ സാധാ കുട്ടികളോടൊപ്പം അവരും പഠിച്ച് സാധാ കുട്ടികൾ എങ്ങനെയാണോ പെരുമാറുന്നതെന്ന് കണ്ട് അവരുടെ ഉള്ളിൽ പഠിക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മുടെ സർക്കാർ നമ്മുടെ കുട്ടികളെ സാധാരണ കുട്ടികളോടൊപ്പമാണ് 1 മുതൽ +2 വരെയൊക്കെ അവരെ പഠിക്കാൻ പോകുന്നുണ്ട്. ഡിഗ്രിക്ക് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ അതിനുശേഷം പ്രായപൂർത്തി ആയതിനു ശേഷം പിന്നെ ഇവർക്ക് പോകാനുള്ള ഒരിടം എന്ന നിലയിലാണ് ഈ DRCകൾ ആരംഭിച്ചിട്ടുള്ളത്. മിക്ക പഞ്ചായത്തുകളിലും വർക്കല ബ്ലോക്കിൽ 1-2 പഞ്ചായത്ത് ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളിലും DRC ഉണ്ട്. അതിൽ ഏറ്റവും നല്ല രീതിയിൽ വലിയ സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരു DRC നമ്മുടെ ചെമ്മരുതി ഗ്രാമപഞ്ചായത്താണെന്ന് പറയുന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. 2017-18 കാലഘട്ടത്തിലാണ് ഈ സ്കൂൾ ആരംഭിക്കുന്നത്. അതിനുശേഷം വലിയ നമുക്കറിയാം, പിന്നെ പ്രളയവും ഓക്കിയും അതുപോലെ തന്നെ കോവിഡും ഒക്കെ വന്ന സമയത്തൊക്കെ അതിലേക്ക് അതിജീവിച്ചിട്ട് വീണ്ടും നമുക്ക് ഈ സ്കൂളിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചു. നമ്മുടെ ഭരണസമിതി അധികാരം എടുക്കുന്ന സമയത്ത് 2020 ഡിസംബർ മാസത്തിലാണ് നമ്മൾ എല്ലാവരും പുതിയ ജനപ്രതിനിധികളെല്ലാം ജയിച്ചു വരുന്നത്. നമുക്കെല്ലാവർക്കും ഈ സ്കൂളിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്ന പല പ്രവർത്തനങ്ങളും ഇപ്പം ഇന്ന് പ്രത്യേകമായിട്ട് നമുക്കറിയാം, കാലാവസ്ഥ അനുകൂലമല്ല. കഴിഞ്ഞ 2 ദിവസം നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നു. ഈ വാർഡ് മെമ്പർമാർ പലരും പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ താമസിക്കുന്നുണ്ട്. എന്നിരുന്നിട്ട് പോലും ഇവരോടൊപ്പം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അവരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ കൃത്യമായിട്ടും എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സ്കൂളിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പഞ്ചായത്ത് നമ്മൾ അസിസ്റ്റന്റ് സെക്രട്ടറിയൊക്കെ ഉൾപ്പെടുന്ന മുൻപിരുന്നവരും ഇപ്പോൾ വന്നിട്ടുള്ളവരും എല്ലാവരും അതിന് വേണ്ടിയിട്ട് പലപ്പോഴും പ്രയത്നിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മുകളിൽ കെട്ടിടം നവീകരണം
ക്രമീകരിച്ചിട്ടുണ്ട്. 13 ലക്ഷം രൂപ നമ്മുടെ മെയിൻ്റനൻസ് ഫണ്ട് ചെലവാക്കിയാണ് 2 വർഷം കൊണ്ട് നമ്മളിതിനെ പൂർത്തിയാക്കിയിട്ടുള്ളത്. അത് നമ്മുടെ കുട്ടികൾക്ക് ചെറിയ ചെറിയ വിനോദം, ചെറിയ ചെറിയ കായികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താഴെ ഇടക്കുറവുള്ളത് കൊണ്ടാണ് നമ്മളവിടെ മുകളിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളൊരിക്കൽ ഇവിടെ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയതാണ്. ഇവർ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റ് അതിൻ്റെ ചെറിയ വരുമാനം, വളരെ ചെറിയ വരുമാനം. കാരണം നമുക്കറിയാം കോടികൾ ചെയ്യുന്ന പരിപാടികൾ അല്ലെങ്കിൽ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ചെറിയ വ്യായാമം കിട്ടുന്നതും ചെറിയ തുക ലഭിക്കുന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഒരു അധ്യാപികയ്ക്കൊപ്പം അവരുടെ ഇരുവശത്തും നിൽക്കുന്ന രീതിയിലുള്ള 2 ആയമാരെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനഫലമായിട്ട് ലോഷനും ചന്ദനത്തിരിയും ഒക്കെ നമ്മളെ കുട്ടികളുണ്ടാക്കി വിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ നമ്മുടെ ഡിസ്പെൻസറികളിൽ നമ്മുടെ അവരോടൊപ്പം നിങ്ങൾ സമയം കണ്ടെത്തി ചെലവഴിക്കുമ്പോൾ ദൈവികമായി നിങ്ങൾക്ക് കിട്ടുന്നത് ഏത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും കിട്ടാത്തതിനേക്കാൾ വളരെ വലിയൊരു, ശരിക്കും പറഞ്ഞാൽ ഭക്തിയുടെ അത്യുന്നതങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് ഇത്തരം കുട്ടികളെ തിരിച്ചറിയുന്നതിനും അവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനും അവരോടൊപ്പം അടുത്തിടപഴകുന്നതിനും കഴിയുള്ളൂ. കാരണം ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് അവകാശപ്പെടാൻ കഴിയുന്നവരവരാണ്. അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഓരോരുത്തർക്കും നാളുകളിൽ ഇനിയൊരു മരണാനന്തര ജീവിതമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗം നമ്മൾ പലരും പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എന്താണ്, ഈ ജന്മത്തിലെ പാപങ്ങൾ കഴുകിക്കളയണമേ എന്നാവശ്യമായിട്ടാണ് പോണത്. പക്ഷേ അതിൽ ഏറ്റവും ഉചിതരായ ആളുകൾ നമ്മുടെ മക്കളാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട കാര്യമില്ല. നമ്മളിലുണ്ട് ദൈവം, നമ്മളിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മുടെ ദൈവമാണ് നമ്മുടെ ഈ കുട്ടികളെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ചെമ്പരുത്തി ഗ്രാമപഞ്ചായത്തിൽ ശിവപുരത്ത് പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിനെ കുറിച്ച് ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ സുശീല സാർ സ്റ്റേറ്റ് ഫോർവേഡിനോട്. ചെമ്പരുത്തി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബഡ് സ്കൂൾ ഇവിടുത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു ആശയ കേന്ദ്രമാണ്. ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ ഈ ഭിന്നശേഷി കുട്ടികളെ വിദ്യാഭ്യാസത്തോടെ തന്നെ അവരെ തൊഴിൽപരമായുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അവർ പഠിച്ചെഴുതുകയാണ് നല്ലൊരു തൊഴിൽ നേടി അവർക്ക് ജീവിക്കാൻ കഴിയുന്നതിനുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. ഈ ബഡ് സ്കൂളിൻ്റെ ഇന്നത്തെ പ്രധാനമായി ഇന്ന് ഇവിടുത്തെ പ്രവേശനോത്സവമാണ്. നമ്മുടെ സർക്കാരും ഈ ബഡ് സ്കൂളിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മുടെ ഈ ബഡ് സ്കൂളിലെ കുട്ടികൾ അവർ നല്ല രീതിയിൽ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായ ഒരു കാര്യങ്ങളെ ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലൊരു ബഡ് സ്കൂൾ പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. നമ്മുടെ ഈ ചെമ്പരുത്തി പഞ്ചായത്തിൽ ആരോഗ്യപരമായും അതുപോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങളും ആരോഗ്യം സംബന്ധിക്കുന്ന ഫിസിയോതെറാപ്പി അധ്യാപകരെ വരെ ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. ഇവരെല്ലാം കൊണ്ട് ഈ ബഡ് സ്കൂൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. നമ്മുടെ ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഭരണസമിതി കയറിയതിന് ശേഷം വളരെ നല്ല രീതിയിൽ അതിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് നിർദ്ദേശത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ വരാൻ താല്പര്യമുള്ള എല്ലാ ഭിന്നശേഷിക്കാരെയും നമ്മളിവിടെ ഉൾപ്പെടുത്താറുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ വാഹനം സഞ്ചരിക്കുന്നുണ്ട്. നിലവിൽ 3 പ്രാവശ്യം വണ്ടി 3 ട്രിപ്പായിട്ടാണ് അവരിവിടെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ എല്ലാ വർഷവും ഭിന്നശേഷി കലോത്സവം വളരെ ഭംഗിയായിട്ട് പഞ്ചായത്ത് നടത്താറുണ്ട്. പഞ്ചായത്തിൻ്റെ ഏത് ഭാഗത്തും താമസിക്കുന്ന ആൾക്കാരും ആ കലോത്സവത്തിൽ പങ്കെടുക്കാനും അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിക്കാനുമുള്ള വേദി പഞ്ചായത്ത് എല്ലാ വർഷവും ഒരുക്കി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ചെറിയ വരുമാനം വേണ്ടി, നമുക്കറിയാം വലിയ രീതിക്കുള്ള പരിപാടികളൊന്നും സാധ്യമാകാത്തവരാണവർ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൈത്തൊഴിലുകൾ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ അവർ ലോഷനും മറ്റുമൊക്കെ നിർമ്മിച്ച് അവർ തന്നെ കൊണ്ടുപോയി വിറ്റ് കൊണ്ടുവരുന്ന ഒരു നല്ല ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ മരുന്ന് കവർ നിർമ്മാണമാണ്. കൈകൊണ്ട് മരുന്ന് കവർ നിർമ്മാണം നടത്തി നമ്മുടെ തന്നെ ഡിസ്പെൻസറികളിലും നമ്മുടെ ഹോസ്പിറ്റലിലും ഒക്കെ കൈമാറുന്ന രീതിയിൽ അതിലൂടെയുള്ള ചെറിയ വരുമാനം അവർക്ക് നേടിക്കൊടുക്കുക എന്നുള്ളതാണ് പഞ്ചായത്ത് ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതി. സ്ട്രേറ്റ് ഫോർവേഡ് വർക്കല ചെമ്മരുതി.